ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അതെ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ വീണ്ടും ഇറങ്ങുന്നത്. പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ അവർ നിരത്തുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല സത്യം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടക്കുന്ന സംഭവ വികാസങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. ഠാക്കൂർ ഗവോൻ ബസാറിലെ ലക്ഷ്മി ക്ഷേത്രം തകർക്കപ്പെട്ട നിലയിലാണ് കാണപ്പെട്ടത്. പല ഗ്രാമങ്ങളിലും പൊതുവഴികളിലൂടെ ഹിന്ദുക്കൾ യാത്ര ചെയ്യുന്നത് വിലക്കിയിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഭീകരമായ മറ്റൊരു സാഹചര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ ഇപ്പോഴും ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിന് ശേഷവും ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ നീങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ ഭീതിതമായ സാഹചര്യം. രോഹിണി, വീണ, ഗുഡ് മോർണിംഗ്. ഈ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുന്നില്ല. അവിടെ ആഭ്യന്തര കലാപം നടക്കുന്ന ഘട്ടത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ ഒപ്പം മറ്റു മതന്യൂനപക്ഷങ്ങൾ, സിഖ്, ബുദ്ധൻ, ക്രൈസ്തവർ തുടങ്ങിയ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപകമായ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ധാരാളം ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. അതിനുശേഷം ഭാരതത്തിൽ ഉൾപ്പെടെ നടന്ന വലിയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിടവേളയിൽ അവിടെ ഇസ്ലാമിസ്റ്റുകൾ ആയുധം താഴെ വെച്ചു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ക്ഷേത്രങ്ങൾക്ക് നേരെയും മറ്റും വ്യാപക ആക്രമണം നടക്കുകയാണ്. ഏറ്റവും അവസാനമായി സർദാർപുര എന്ന പ്രദേശത്ത് ഇപ്പോൾ ഒരു ലക്ഷ്മി ക്ഷേത്രം തകർക്കപ്പെട്ട നിലയിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ ജിഹാദികൾ തകർക്കപ്പെട്ട നിലയിൽ കാണുന്നു. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ ഈ റോഡിലൂടെ ഹിന്ദുക്കൾ നടക്കുന്നതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ജിഹാദി ശക്തികൾ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഹിന്ദു സ്ത്രീകൾ പൊതുനിരത്തിലൂടെ നടക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും തലയിൽ തട്ടമിട്ടോ അല്ലെങ്കിൽ തല മൂടാതെയോ സ്ത്രീകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന ഭീഷണി ജിഹാദികൾ മുഴക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് വീണ്ടും ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒന്ന് രണ്ട് മറ്റ് ദൃശ്യങ്ങളുണ്ട്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരൻ ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊച്ചു ബാലന്റെ കഴുത്തിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും മറ്റും പൂജിച്ച് കെട്ടിയിരിക്കുന്ന മാല അത് വലിച്ചു പൊട്ടിച്ച ശേഷം ആ കൊച്ചു ബാലനെ ഭീഷണിപ്പെടുത്തി തിരികെ അയക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാണ്. ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ്. നിലവിൽ നമുക്കറിയാം, അവിടെ അധികാരത്തിലിരിക്കുന്നത് ഇടക്കാല സർക്കാരാണ്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലവിലുള്ളത്. തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയും അവരുടെ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിനെ രൂപപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഇടക്കാല ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന വിമർശനം രൂക്ഷമാകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഇടക്കാല ഭരണകൂടം തീവ്ര മുസ്ലിം സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. കഴിഞ്ഞ ആഭ്യന്തര കലാപത്തിന്റെ കാരണം തന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിനാലാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ ആ സംഘടനയുടെ നിരോധനം ഇപ്പോൾ ഈ ഇടക്കാല സർക്കാർ എടുത്തു കളഞ്ഞു. അതിനുശേഷമാണ് വീണ്ടും ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും മറ്റും ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ജിഹാദികൾ മുറുക്കുകയാണ്. കോളേജുകളിൽ ഹിന്ദുക്കളായിട്ടുള്ള അധ്യാപകർ കൂട്ടത്തോടെ രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 50 ഹിന്ദു അധ്യാപകരാണ് ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ ഈ പറയുന്ന വാക്കുകൾക്കും അപ്പുറം വളരെ ആശങ്ക ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഭ്യന്തര കലാപം എന്ന് പറയുകയും അത് തുടങ്ങിയതിൻ്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കാരണവും ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യം നമുക്കറിയാൻ കഴിയുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ ആഭ്യന്തര കലാപം എന്നതിൻ്റെ മറ പിടിച്ചുകൊണ്ട് അവിടെ നടക്കുന്നത് എന്ത് എന്നുള്ളത് ലോക സമൂഹം ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വീണ, അതുതന്നെയാണ് ഈ സംഘർഷം തുടങ്ങുമ്പോൾ ഈ ആഭ്യന്തര കലാപത്തിന്റെ തുടക്കമായി പൊതുവെ വിലയിരുത്തപ്പെട്ട സംഭവം എന്താണെന്ന് നമുക്കറിയാം. 1971 ബംഗ്ലാദേശിൽ നടന്ന വിമോചന സമരം, ഇപ്പോഴത്തെ
ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെടുന്നതിന് വേണ്ടി അന്ന് ഭാരതത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അടങ്ങുന്ന തെക്കൻ പാകിസ്ഥാനെതിരെ അന്ന് വലിയ സമരങ്ങൾ, വിമോചന സമരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നത്. അന്നത്തെ ബംഗ്ലാദേശ് വിമോചന സമരത്തിന്റെ ഭാഗമായ 971 ആ സമരത്തിന് നേതൃത്വം നൽകിയവർക്ക് സർക്കാർ ജോലിയിലും മറ്റും 30% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു തീരുമാനം ബംഗ്ലാദേശിലെ ഒരു കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ആ കോടതി വിധിക്കെതിരെ എന്ന പേരിലാണ് ആദ്യഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. പക്ഷെ പിന്നീട് അതിന്റെ സ്വഭാവം മാറുന്നു. അത് അവാമി ലീഗിന് എതിരെ ആദ്യം ആരംഭിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം, അത് അവാമി ലീഗ് എന്നതിലപ്പുറത്തേക്ക് ഒരു ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ കലാപമായി ബംഗ്ലാദേശിൽ പരിണമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. അതിന്റെ പിന്നിൽ തീർച്ചയായും ചൈന, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ ശക്തികൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവിടെ അധികാരത്തിലിരുന്നത് ഒരു ഇന്ത്യ അനുകൂലമായ സർക്കാരാണ്. 2009 മുതൽ ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് ഭാരതത്തോടൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യ വിരുദ്ധ സ്വഭാവം അവാമി ലീഗ് പൊതുവെ മുന്നോട്ട് വെക്കാറില്ല. അവാമി ലീഗ് ഭരിക്കുന്ന കാലത്തും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടക്കുകയും ഹിന്ദുക്കൾ കൊടിയ പീഡനങ്ങൾ അവിടെ നേരിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവാമി ലീഗ് പൊതുവെ താരതമ്യം ചെയ്യുമ്പോൾ, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പൊതുവെ ഇന്ത്യ അനുകൂല സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ കലാപം മാറുന്നു. ആ കലാപം അവാമി ലീഗിന് അപ്പുറത്തേക്ക് ഒരു ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയും പിന്നീട് ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരെ ആരംഭിക്കുന്ന കലാപത്തിന്റെ സ്വഭാവം വീണ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് മാറി ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ഹിന്ദു സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങൾ വ്യാപകമായി തച്ച് തകർക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് പിന്നീട് വ്യാപകമായ പ്രതിഷേധം ഭാരതം പോലെയുള്ള രാഷ്ട്രത്തിൽ രൂപപ്പെട്ടത്. അതേ തുടർന്ന് കുറച്ച് ദിവസത്തേക്ക് ഈ അക്രമ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നിന്നിരുന്നു. കാരണം അത്രത്തോളം വലിയ പ്രതിഷേധം ഡൽഹിയിലും മറ്റും സംഭവിച്ചു. എന്നാൽ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ അത് വീണ്ടും മാറുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ബാൻ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ഇടക്കാല ഭരണകൂടം ഈ തീവ്രവാദികൾക്കൊപ്പമാണ് തങ്ങളെന്ന സന്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം. ഒപ്പം ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള വളരെ ദുഃഖിപ്പിക്കുന്നതായ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഒരു അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൃശ്യമാണ്. അതായത് അവർ പൊതുസ്ഥലത്തിലൂടെ നടന്നു പോവുകയാണ്. എന്തോ ആവശ്യത്തിനായി നടന്നു പോകുന്ന ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്തി അവിടെ മുസ്ലിം തീവ്രവാദികൾ അവരെ ചോദ്യം ചെയ്യുകയാണ്. തലയും മറ്റും മൂടാതെ എന്തിനാണ് നിങ്ങൾ നടക്കുന്നത്? ഈ ഹിന്ദു ധർമ്മം ഒന്നുകിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ തല മൂടി റോഡിലൂടെ നടക്കുക. ഇത്തരം ഭീഷണി മുഴക്കുന്നു. മറുഭാഗത്ത് മറ്റൊരു കൊച്ചു ബാലന്റെ ദൃശ്യം നമുക്ക് കാണാം. ആ ബാലൻ കഴുത്തിൽ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ധരിക്കുന്ന പോലത്തെ ജപമാലകളും മറ്റും ധരിച്ചതാണ്. ആ മാല വലിച്ചു പൊട്ടിക്കുന്ന ഒരു മുസ്ലിം തീവ്രവാദിയുടെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം രൂക്ഷമായ സാഹചര്യം, അതായത് മറ്റൊരു താലിബാൻ മോഡലിലേക്ക് നമുക്കറിയാം. ഇപ്പോൾ താലിബാൻ ഭരണത്തിലിരിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എന്താണോ താലിബാൻ 2021 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ തനിയാവർത്തനം ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുകയാണ്. ഓക്കെ, ശരി ഗൗതം. അതിൻ്റെ ഒരു നേർചിത്രം ഗൗതം പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ആശങ്കയേറുകയാണ്. പ്രേക്ഷകരും ആ വികാരം പങ്കുവെക്കുന്നുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? ഇതിൽ ഭാരതത്തിന് എങ്ങനെ ഇടപെടാൻ കഴിയും, അല്ലെങ്കിൽ ഇടപെടേണ്ടതുണ്ട് എന്ന കാര്യം കൂടി അവർ പറഞ്ഞു വയ്ക്കുകയാണ്. ഏത് തരത്തിൽ ഇടപെടണം എന്നുള്ളത് തീർച്ചയായും നമുക്ക് നയതന്ത്ര തലത്തിലൊക്കെ ഒരുപാട് ചർച്ചകളും ബന്ധങ്ങളും നിയമങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോഴും അവിടുത്തെ സാഹചര്യം വളരെ ആശങ്കയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ.